ഓക്കെ. മനീഷ് പാസ്റ്റർ അനുവദിക്കണം. യെസ് യെസ്. സ്തോത്രം. കർത്താവിന്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷാൽ ഈ മീറ്റിംഗിന്റെ ഹോസ്റ്റായി കർത്തൃവേല ചെയ്യുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽ അവർ, മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന്റെ നാമത്തെ വാഴ്ത്തുന്നു. ഈ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം പിന്നെ ഒരു പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി ദൈവവചനത്തിന്റെ വക്താവായി നിൽപ്പാൻ അവിടുന്ന് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാളുകൾ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സംഭവ ബഹുലങ്ങളായ സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഓരോന്നോരോന്നായി ആഗതമായി വരുന്നു. നമ്മുടെ ജീവിതം ഏതു ദശകത്തിലാണ് എന്നുള്ളത് പലപ്പോഴും നാം വളരെ സൂക്ഷ്മമായി ചിന്തിക്കേണ്ടിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നാം കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പോലെ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന പരാമർശം ഏറെക്കുറെയൊക്കെ യാഥാർത്ഥ്യമായി തീരുന്ന ഒരു കാലഘട്ടം, അങ്ങനെ ഒരു ദശകം നമ്മുടെ മുൻപിൽ എത്തിയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും യാത്ര ചെയ്യുന്നത്. സ്തോത്രം. ഇതിനിടയിലും ഇவ்விധത്തിലുള്ള കൂട്ടായ്മകൾ നമ്മുടെ ആത്മീക ജീവിതത്തെ പിന്നെയും പരിപോഷിപ്പിക്കുവാൻ, ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും ഒന്നും കൂടി മാറ്റുരയ്ക്കുവാൻ, നമ്മെ ക്രിസ്തുവിൽ ഒന്നും കൂടി ഉറപ്പിക്കുവാൻ, ഹല്ലേലൂയ, ആത്മീകമായി വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ഒക്കെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പിന്നെയും എളിയവനെ സ്വീകരിക്കുകയും ഇങ്ങനൊരു അവസരം ഒരുക്കുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽ അവர்களോടും ഈ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേക നന്ദിയെയും ഞാൻ ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രാരംഭമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. അതൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് ഗൗരവത്തോടെ ദൈവമക്കൾ കാണണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങള് ഈ എറണാകുളത്ത് കർത്താവിന് വേലയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ ഏകദേശം 22 കിലോമീറ്റർ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ആലയത്തിലേക്ക് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും യാത്ര ചെയ്യണം. അപ്പോൾ എൻ്റെ വൈഫിന് ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരല്പം ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴായിരിക്കുന്നത്. ഞങ്ങൾക്കൊരു 2 വീലർ ഉണ്ടായിരുന്നു, അത് വേറൊരു സഹോദരൻ ഞങ്ങൾക്ക് ഓടിക്കാൻ തന്നതാണ്. കഴിഞ്ഞ ദിവസം അത് അദ്ദേഹം തിരിച്ച് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങള് ഈ പോയി വരുന്ന കാര്യത്തിൽ എല്ലാ ആഴ്ചയിലും 3 ബസ് കയറി ഞങ്ങൾക്ക് പോകണം. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിലവിലുണ്ട്. എൻ്റെ വൈഫിന് ബൈക്ക് യാത്ര ചെയ്യാനുള്ളതായ പ്രയാസമുണ്ട്. ലെഫ്റ്റ് സൈഡ് ഷോൾഡറിന്റെ പറ്റിയ പരുക്ക് നിമിത്തം ഹെൽമെറ്റ് ധരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, യാത്രയോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ നേരിടുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയാണത്. ദൈവമക്കൾ പ്രത്യേക ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ നാമം ഇവിടെ മഹത്വപ്പെടണം. ചില വെല്ലുവിളികൾ പട്ടണത്തിലെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾ നേരിടുന്നുണ്ട്. അത് അനാത്മീകമെന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിലും ദൈവദാസന്മാരുടെ ഇടയിൽ നിന്ന്, ദൈവമക്കളുടെ ഇടയിൽ നിന്ന് ഒക്കെ ചിലപ്പോൾ നേരിടുമ്പോൾ നമ്മുടെ ശുശ്രൂഷയെ അത് വല്ലാതെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല. അതുകൊണ്ട് തന്നെ മാനുഷികമായി നമുക്ക് പല ആരോപണങ്ങളെയും ചെറുക്കുവാൻ കഴിയുമെങ്കിലും അതിന് നാം മുതിരാറില്ല. നമ്മുടെ പോരാട്ടങ്ങൾ ജഡരക്തങ്ങളോടല്ലാത്തത് കൊണ്ട് സ്തോത്രം. അപ്പോൾ അவ்விധത്തിൽ പൈശാചികമായ വളരെ തന്ത്രപൂർവമായ പ്രതിസന്ധികൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വിരോധമായി പട്ടണത്തിൽ ചില കാലങ്ങളായി ഞങ്ങളിങ്ങനെ കാണുന്നു. സഭയോടുള്ള ബന്ധത്തിൽ ഒക്കെയുണ്ട്. ദൈവമക്കൾ വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കുടുംബം ആരാധനയ്ക്കായി വരാമെന്ന് പ്രോമിസ് ചെയ്യുകയുണ്ടായി. ഈ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവ്
സുവിശേഷീകരണത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നു. പരസ്യയോഗത്തിനും അതുപോലെ തന്നെ ഹൗസ് വിസിറ്റിങ്ങിനും ട്രാക്ട് വിതരണം ചെയ്യുന്നതിനും ഒക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവമക്കൾ പ്രത്യേക ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവിന്റെ സന്നിധിയിൽ പിന്നെയും വയ്ക്കണമേ എന്ന് പ്രാർത്ഥനയിൽ ഞങ്ങളെ വഹിക്കണമേ എന്ന് വിനയപുരസരം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരുടെയും സഹായിക്കുമാറാകട്ടെ. വളരെ പ്രത്യാശയോടെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുന്നത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്തോത്രം. കർത്താവ് നിശ്ചയമായിട്ടും നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ വചനം നമ്മെ ബലപ്പെടുത്തും, നമ്മെ ചൈതന്യമുള്ളവരാക്കി തീർക്കും, നമ്മെ ധൈര്യപ്പെടുത്തും. ദൈവത്തിന്റെ സ്തോത്രം. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരുവചനത്തിലേക്ക് നമുക്ക് തിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മത്തായി സുവിശേഷം 21-ാം അധ്യായം, മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് അല്പസമയ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപക്ഷെങ്കിൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തിരക്കുകളിലായിരിക്കാം. എങ്കിലും കഴിയുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നു. അതല്ല, അതിനുള്ള സാവകാശവും സൗകര്യവും ഇല്ല എങ്കിൽ കുഴപ്പമില്ല. അതിനുള്ള സൗകര്യം ഉണ്ട് എങ്കിൽ ദൈവമക്കൾ വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ കുറച്ചുകൂടി ഈ മീറ്റിംഗ് നമുക്ക് സജീവമായി തീരുമെന്ന് ഞാൻ താഴ്മയോടെ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മത്തായി സുവിശേഷം 21-ാം അധ്യായം 18 മുതലുള്ളതായ വാക്യങ്ങൾ അവിടെ നാം വായിക്കുമ്പോൾ, രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്കെ ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. വളരെ പരിചിതമായൊരു വേദഭാഗം. ഇവിടെ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ, ഇലയുള്ള ഒരത്തി, ഇലയല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല, ഇല നിബിഡമായ ഒരത്തി. ആ ഒരു പ്രത്യേക പദപ്രയോഗം മുൻനിർത്തി ചില കാര്യങ്ങൾ കർത്താവ് എന്നെ പഠിപ്പിച്ചത് നിങ്ങളുമായി പങ്കുവയ്പ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. വളരെ ചുരുക്കമായിട്ട് സംസാരിപ്പാൻ കർത്താവിന് ആഗ്രഹിക്കുക. ഇലയുള്ള അത്തിയെ സംബന്ധിച്ച് ഇവിടെ കർത്താവ് ആ അത്തിയെ മുൻനിർത്തി സംസാരിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ, വിശ്വാസത്തോടു കൂടി നാം എന്ത് യാചിച്ചാലും അത് ലഭിക്കും എന്ന ഒരു ചിന്താധാരയിലേക്കാണ് കർത്താവ് ഈ സംഭവത്തെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടിയ ആജ്ഞാപനം, വിശ്വാസത്തോടു കൂടിയ നമ്മുടെ സംഭാഷണം, ഇത്യാദി കാര്യങ്ങളിലേക്കാണ് കർത്താവ് ഈ ഒരു ഇൻസിഡന്റിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ തന്നെ ആ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയിലേക്കും പ്രഖ്യാപനങ്ങളിലേക്കും കർത്താവ് നമ്മെ നമ്മുടെ ജീവിതത്തിലെ ആത്മീക ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ, അതിനെ ആ നിലകളിൽ ഒന്ന് പണിതെടുക്കുവാൻ, ആ നിലകളിൽ അതിനെ ഗൗരവമുള്ളതാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നാം പഠിക്കണം. ആ ഒരു വിഷയത്തെ ഞാൻ അവിടെ അല്പം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇലയുള്ള അത്തിയെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പറയാം. സ്തോത്രം. ചില കാര്യങ്ങൾ. എന്താ ഇലയുള്ള അത്തിയുടെ ഒരു പ്രത്യേകത? അത്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പൊതുവെ ഏകദേശം 700-ലധികം ഇനത്തിൽപ്പെട്ട അത്തി ഉണ്ടെന്ന നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. 700-ലധികം ഇനം. ഈ 700-ലധികം ഇനം ഉള്ള അത്തിയിൽ ഏകദേശം 10 അല്ലെങ്കിൽ വളരെ ചുരുക്കം അത്തി മാത്രമാണ് മനുഷ്യന് ഭക്ഷിക്കുവാൻ ഉതകുന്ന നിലയിൽ ഫലം നൽകുന്ന അത്തി എന്ന് പറയുന്നത്. വളരെ വളരെ ചുരുങ്ങിയ ഇനത്തിൽ, ഒരുപക്ഷെ 10-15 ഇനത്തിൽപ്പെടുന്ന അത്തിയാണ്. ബാക്കി ഈ അത്തികളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കാട്ടത്തി എന്ന വിഭാഗത്തിലും ഒക്കെയാണ് ബാക്കി വരുന്നത്. അപ്പോൾ ഇങ്ങനെ 700-ലധികം ഇനത്തിൽപ്പെടുന്ന അത്തി സർവശക്തനായ ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ അത്യുന്നതനായ ദൈവം, സൃഷ്ടാവായ ദൈവം തന്നെയാണ് ഇവിടെ ഇതാ ഈ അത്തിയുടെ അരികിലേക്ക് വന്ന് ഇലയല്ലാതെ ഒന്നും കാണായികയാൽ അതിനെ ശപിക്കുന്നത്. ബോധപൂർവം സൃഷ്ടിതാവ് ഈ അത്തി ഏത് ഇനത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെ ശപിക്കുന്നത്. ഇത് കാട്ടത്തിയുടെ ഇനത്തിൽ പെടുന്നത് അല്ല എന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ്. ഇത് നാട്ടത്തി തന്നെയാണ്, ഇത് മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ ഫലം പുറപ്പെടുവിക്കുന്ന അത്തി തന്നെയാണ് എന്ന ബോധ്യത്തിലാണ് അതിനെ ശപിക്കുന്നത്. അല്ലാതെ അതിനെ ശപിച്ചിട്ട് കാര്യമില്ല. കാട്ടത്തിയാണ് പിന്നെ അതിനെ ശപിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. അപ്പൊ ബോധപൂർവം തന്നെയാണ് കർത്താവ് ആ കാര്യം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്തി അവിധത്തിൽ പലവിധം ഏകദേശം 700-ലധികം ഉണ്ട്.
ഇനി ഈ അത്തിപ്പഴത്തിന്റെ ഒരു പ്രത്യേകത, ഇത് സാധാരണക്കാരന്റെ ആഹാരം എന്നാണ് അറിയപ്പെടുന്നത്. എന്താ കാര്യം? സുലഭമാണിത്. ഇതിന് സീസൺ ഉണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ ഔട്ട് ഓഫ് സീസണിലും അത്തിയിൽ ഫലം ഉണ്ടാകും. അതാണ് അതിന്റെ പ്രത്യേകത. ഏത് മനുഷ്യനും ഏത് സമയത്തും അല്പം ഒന്ന് വിശപ്പടക്കാൻ അത്തിയെ ആശ്രയിക്കാൻ പറ്റും. അപ്പോ സുലഭമായി ലഭിക്കുന്ന പഴം എന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും, സാധാരണക്കാരന് പ്രത്യേക ആശ്രയിക്കാൻ പറ്റുന്നൊരു ഫലവൃക്ഷമാണ് അത്തി. അപ്പോൾ ഇவ்விധത്തിൽ അത്തിയെ സംബന്ധിച്ച് മനുഷ്യന് വളരെ പ്രതീക്ഷ നൽകുന്ന, വളരെ സന്തോഷം നൽകുന്ന, വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ്. സ്തോത്രം. അപ്പോൾ അതിനെയാണ് കർത്താവ് ഇപ്പോൾ ശപിക്കുന്നത്. ഇനി നമുക്ക് മടങ്ങി വരാം. ഈ ഇലയുള്ള അത്തിയെ സംബന്ധിച്ച്, വഴിയാത്രികനെ സംബന്ധിച്ച്, കർത്താവ് ഇവിടെ വഴിയാത്ര ചെയ്യുകയാണല്ലോ, നഗരത്തിലേക്ക് പോവുക. ഒരു വഴിയാത്രികനെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചേ. വളരെ ദൂരെ ഇലനിബിഡമായ ഒരു വൃക്ഷത്തെ കാണുമ്പോൾ മനുഷ്യന് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. അവൻ ഇത്രയും ദൂരം നടന്നു വന്ന ആ യാത്രയുടെ ക്ഷീണം അല്പമൊന്ന് ശമിപ്പിക്കുവാൻ, സൂര്യകിരണങ്ങളാൽ തനിക്കേറ്റ താപം നിമിത്തം തന്റെ ശരീരത്തിനേറ്റതായ ക്ഷീണത്തിൽ നിന്ന് ഒരല്പമൊന്ന് ക്ഷീണം മാറ്റി ആശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകാൻ ഈ അത്തി ഉതകുന്നതാണ് എന്ന്, അല്ലെങ്കിൽ ഈ ഇലയുള്ള വൃക്ഷം അവനൊരു തണൽ ലഭിക്കും, ആശ്വാസം ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ ദൂരെ കാഴ്ചയിൽ തന്നെ ഏതൊരു മനുഷ്യന് ലഭിക്കും. വളരെ ശ്രദ്ധിക്കണമേ. അപ്പോൾ ഇലനിബിഡമായ ഈ ഒരു മരം അത് അത്തിയാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയില്ല. കുറച്ചും കൂടി അടുക്കുമ്പോഴാണ്, എടാ ഇത് അത്തിയാണല്ലോ എന്നുള്ള ബോധ്യം വരുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് കുറച്ചും കൂടി തിളക്കം കൂടുക, കുറച്ചുകൂടി ആ പ്രതീക്ഷയ്ക്ക് എന്താ പറയുക, സന്തോഷം ഉണ്ടാകുക. എന്താണ്? ഇത് അത്തി ആയതുകൊണ്ട് എൻ്റെ ഈ യാത്രയ്ക്ക് ഇനി മുൻപോട്ട് പോകുവാൻ, എൻ്റെ ഈ ശരീരത്തിന്റെ ക്ഷീണം കൂടി ഒന്ന് അകറ്റി അല്പം എന്തെങ്കിലും ഒന്ന് എനിക്ക് കഴിക്കുവാൻ, എൻ്റെ ശരീരത്തിന് ഊർജം സംഭരിക്കുവാൻ ഈ അത്തിയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ലഭിക്കും. ആ ഒരു പ്രതീക്ഷ കുറച്ചും കൂടി ആ മനുഷ്യന് സന്തോഷം ഉളവാക്കുക. അപ്പോൾ ഈ സഞ്ചാരിയെ സംബന്ധിച്ച്, സ്തോത്രം, ഈ ദൂരവേ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ പച്ചിലകളാൽ നിബിഡമായ ഈ വൃക്ഷത്തെ കാണുമ്പോൾ ഒന്ന് അവന്റെ യാത്രയിലെ ക്ഷീണം മാറും, സൂര്യതാപമേറ്റുള്ള ശരീരത്തിന്റെ ആ ഒരു ക്ഷീണം മാറാൻ അല്പം ഒരു തണൽ ലഭിക്കും എന്ന ഒരു സന്തോഷം. അടുത്തു വരുമ്പോൾ ഇത് അത്തിയാണെന്ന് അറിയുമ്പോൾ അവന് ഒന്നും കൂടി സന്തോഷം കൂടുകയാണ്, എനിക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പറിച്ച് ഭക്ഷിക്കുവാൻ ലഭിക്കും. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിന്റെ കീഴിലേക്ക് വരുമ്പോഴോ എന്തൊരു സന്തോഷമാണ്! ഭയങ്കര ഒരാശ്വാസം, നല്ല തണല്. ഈ തണല് ലഭിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് ഭയങ്കരമാണ്. ഒത്തിരി ദൂരം നടന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, നടന്ന് ആ വഴി ഒത്തിരി ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു തണൽ മരം കിട്ടുകയാണെങ്കിൽ ആ തണൽ മരത്തിന് കീഴിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, സുനിൽ പാസ്റ്റർക്കൊക്കെ ഇത് പറയുമ്പോൾ മനസ്സിലാകും. വടക്കേന്ത്യയിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ഒത്തിരി നടന്ന് ഗ്രാമങ്ങൾ ചുറ്റി നടന്ന് സ്തോത്രം സുവിശേഷം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന തണൽ മരം, ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു ലോട്ട, ഒരു മൊന്ത പച്ച വെള്ളം കിട്ടും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ സ്തോത്ര കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാനും ആയിരുന്നപ്പോൾ ഒത്തിരി ദൂരം നടന്ന് ചില ദിവസങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, 3-4 ഗ്രാമങ്ങൾ വെയിലത്ത് നടന്നു പോയ സമയം ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം, ചില വീടുകളില് ഗ്രാമങ്ങളില് ആദിവാസി കുടികളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു ലോട്ട പച്ചവെള്ളം കിട്ടും. സ്തോത്രം, ഈ പച്ചവെള്ളം ഭയങ്കര ആശ്വാസമാണ്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. ആ തണല്, അവിടെ ലഭിക്കുന്ന അല്പം സുഖശീതളമായ ആ ചെറിയ മന്ദമാരുതൻ, അതിലുളവാകുന്നതായ സന്തോഷം ഭയങ്കര. സ്തോത്രം. നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ആശ്വാസം ഈ മരം നൽകുകയാണ്, ഈ ഒരു പ്രതീക്ഷ ഈ മരം നൽകുക. നല്ല കാര്യമാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സഞ്ചാരിയെ സംബന്ധിച്ച് ഇവൻ ഇനി യാത്രയുണ്ട്. എങ്ങോട്ടാ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നാം ചിന്തിക്കുമ്പോൾ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ നഗരത്തിലേക്ക് പോവുക, ഇനിയും ബഹുദൂരം മുൻപോട്ട് പോകണം. അപ്പോൾ ഈ അത്തി കൊടുക്കുന്ന ഈ ഒരു പ്രതീക്ഷ നിമിത്തം അതിന്റെ കീഴിൽ വന്ന് തമ്പടിക്കുമ്പോ കുറച്ചു നേരം, പെട്ടെന്ന് വന്ന ഉടനെ തന്നെ ആരും ചാടിക്കേറി എവിടെ അത്തിപ്പഴമൊന്നും പറഞ്ഞ് നോക്കത്തില്ല. ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യും, കുറച്ചൊന്ന് ഇരുന്ന് ഒന്ന് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ആ കാലുകളുടെ ആ മണിക്കൂർ ഇതിന്റെ കീഴിൽ തണുപ്പൊക്കെ കൊണ്ട്
തണലിനകത്തിരുന്ന് സന്തോഷമായിട്ടിരുന്ന് ആശ്വാസമൊക്കെ കിട്ടി വേർപ്പൊക്കെ ഒന്ന് മാറി ഇനിയിപ്പോ എന്തെങ്കിലും ഒന്ന് കഴിച്ചേച്ച് അടുത്തിന് മുമ്പോട്ട് നടക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാ ചിലപ്പോഴാണെങ്കിൽ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും ഈ ക്ഷീണം നിമിത്തം. അപ്പൊ ഇത് കഴിഞ്ഞ് നോക്കുമ്പോ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ വരുന്ന ആ മനസ്സിനകത്തെ ആ ഒരു ആകുലത. സ്തോത്രം. അന്നേരം ഇതെന്തൊരു മരവാടാ, ഇത്രയും ഇലയുണ്ടല്ലോ, ഇത്രയും ഭംഗിയുണ്ടല്ലോ, അത്തിയായിട്ട് ഏതൊരു സമയത്തും ഇതിനകത്ത് ആർക്കാണേലും എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ടതല്ലേ, പക്ഷെ ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഓ, ഇനിയിപ്പം എല്ലാം എടുത്തേച്ച് നടക്കണം, പിന്നെയും ബഹുദൂരം മുമ്പോട്ട് പോകണമല്ലോ. നടക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു വേദന ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ അത്തി വേറെ കുറെ കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. പക്ഷികൾക്ക്, നാനാവിധത്തിലുള്ള പക്ഷികൾക്ക് ഇതൊരു ചേക്കേറാനുള്ള ഇടമാണ്, കൂടൊരുക്കുന്ന ഇടമാണ്. പലവിധത്തിലുള്ള നാൽക്കാലികൾ ഒരുപക്ഷെങ്കിൽ ഇതിന്റെ ഈ തണലിൽ വന്ന് തമ്പടിക്കാറുണ്ടായിരിക്കാം. ഇനി മാത്രമല്ല, ഈ മരം ഇതിന് തന്നെ ഒരു സംരക്ഷണമാണ് കേട്ടോ. ഈ മരത്തിന് തന്നെ ഒരു സംരക്ഷണമാണ്, മരത്തിന് തന്നെ ഇതിന്റെ ഈ തണല് ഒരു സംരക്ഷണമാണ്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ മരം അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം ദൈവമക്കൾ, ഞാനിതിനെ ആത്മീകമായിട്ട് ഇനി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇതുപോലെയുള്ള പച്ചിപ്പ് നിറഞ്ഞ പച്ചത്തുരുത്തുകൾ, ദൂരവേ പ്രതീക്ഷ നൽകുന്ന സംവിധാനങ്ങൾ ഒരാത്മീകനെ കൊള്ളയടിക്കുകയും പറ്റിക്കുകയും അവന്റെ യാത്രയെ സാവധാനപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്ന് നാം ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം. ദൂരവേ കാണുമ്പോൾ ബഹുദൂരം മുൻപോട്ട് പോകണമെന്ന ആ ഒരു ചിന്താഭാരത്തിൽ നാം നടന്നു വരുമ്പോൾ, നാം യാത്ര ചെയ്ത് വരുമ്പോൾ, നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? നഗരത്തിലേക്കാണ്, പട്ടണത്തിലേക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഉറപ്പുള്ള പട്ടണത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. സിയോ നഗരത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഓരോ ദൈവമക്കളും ഒരു കാര്യം മനസ്സിലാക്കണം. ഇഹലോകത്തിലെ നമ്മുടെ യാത്ര വളരെ ദുരിതപൂർണമാണ്. ചൂടേറിയ സൂര്യന്റെ കീഴിൽ ഈ മരുപ്രയാണം നാം നടത്തുമ്പോൾ, ഈ മരുഭൂമിയിൽ താപമേറ്റ് പലവിധത്തിലുള്ളതായ പ്രയാസങ്ങളെ അഭിമുഖീകരിച്ച നാം മുൻപോട്ട് പോകുന്നത്. എവിടെങ്കിലും ഒരു പച്ചത്തുരുത്ത് കണ്ടാൽ, എവിടെങ്കിലും നമ്മുടെ ക്ഷീണം അകറ്റാനുള്ളതായ ഒരു സാഹചര്യം കിട്ടിയാൽ അവിടെ കയറി ക്ഷീണമകറ്റാൻ, ആ ഒരു താവളത്തിൽ അല്പം ഒന്ന് വിശ്രമിക്കാൻ ആരും കൊതിക്കും. പക്ഷേ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് കർണരസമാകുമാറ്, കണ്ണഞ്ചിപ്പിക്കുന്ന, നമ്മെ മോഹിപ്പിക്കുന്ന, നമ്മെ വശീകരിക്കുന്ന വശ്യ സമ്പ്രദായങ്ങളാൽ നിറയപ്പെട്ട സാഹചര്യങ്ങളെ മുന്നിൽ കാണിച്ച് പ്രതീക്ഷ നൽകി ആകർഷിച്ച് നമ്മെ അതിന്റെ കീഴിലേക്ക് കൊണ്ടിരുത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു കാര്യം ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം. നമ്മുടെ യാത്രയ്ക്ക് അത് വേഗം കുറയ്ക്കുന്നുണ്ടോ എന്ന് നാം ഈ പ്രഭാതത്തിൽ ഒന്ന് തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. പല ആളുകളും പച്ചത്തുരുത്തുകളിൽ എത്തിയിട്ട്, പച്ചിപ്പ് വിരിച്ച സംവിധാനങ്ങളിൽ എത്തിയിട്ട്, വളരെ നയന മനോഹരമായ സാഹചര്യങ്ങളെ കണ്ടിട്ട്, ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ കിളികളുടെ നല്ല ശബ്ദം കേൾക്കുന്ന, കർണരസമാകുമാറ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് തോന്നുന്ന നല്ല നല്ല സാഹചര്യങ്ങളെ കണ്ടിട്ട് അവിടെ അങ്ങ് മയങ്ങിപ്പോകും, അവിടെ അങ്ങ് വെയിറ്റ് ചെയ്യും, അവിടെ ഒന്ന് കൂടും, അവിടെ ഒന്ന് രസിക്കും, അവിടെ നിന്ന് കൊള്ളാം, ഇതാണ് നല്ല താവളം എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വശ്യവൽക്കരണത്തിന്റെയും ആവിഷ്കരണങ്ങളുടെയും ഒക്കെ പിന്നാലെ പോയിട്ട്, സംവിധാനങ്ങളുടെ പുറകെ പോയിട്ട്, കമ്പോളങ്ങൾക്കകത്ത് അകപ്പെട്ടിട്ട്, കമ്പോള സമ്പ്രദായങ്ങളിലൊക്കെ നാം പലപ്പോഴും അടിമപ്പെട്ടിട്ട്, സ്തോത്രം, നമുക്കുള്ള നന്മയും പലപ്പോഴും നഷ്ടമായിട്ട്, ഹല്ലേലൂയ, ക്ഷീണമകറ്റാനാ കയറി പോകുന്നത്. പക്ഷെ പലപ്പോഴും പിന്നെയും ഞാൻ അവിടെ ഒന്ന് പുറത്തിറങ്ങി യാത്ര ചെയ്യണമല്ലോ എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ പിന്നെയും ഭാരം കൂടുന്നതായ, ആകുലത കൂടുന്നതായ ഒരു സാഹചര്യങ്ങളിലേക്കാണ് നമ്മുടെ ജീവിതം മാറുന്നതെന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയരത്തിലേക്കൊന്ന് ഉയർത്തുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. ശാപകരമായ ചില സാഹചര്യങ്ങളിലാണ് പലപ്പോഴും നാം ആശ്വാസം എന്ന് പറഞ്ഞ് പോയി തലവെക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ലഭിക്കുമെന്നാണ് ചിന്തിച്ചത്. എന്തിനാണ്? മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ട്, ശരീരത്തിന്റെ ബലം പിടിച്ചു നിർത്തുവാൻ, ഊർജം സംഭരിക്കുവാനായിട്ട്. സ്തോത്രം. ഞാൻ ആത്മാവിൽ ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളോട് പറയാം. പ്രിയമുള്ളവരെ, താൽക്കാലികമായ സുഖങ്ങൾക്കപ്പുറമായിട്ട്, താൽക്കാലികമായി ക്ഷീണം മാറ്റുന്നതിനപ്പുറമായിട്ട്, നമ്മുടെ ശരീരത്തിന്റെ വിയർപ്പൊന്ന് ഉണങ്ങുന്നതിനപ്പുറമായിട്ട്, ശരീരത്തിന്റെ തൊലിപ്പുറത്ത് അല്പം തണുപ്പും തണലും ഒക്കെ ലഭിക്കുന്നതിനപ്പുറമായിട്ട്, ചെറിയൊരു മന്ദമാരുതം ലഭിക്കുന്നതിനപ്പുറമായിട്ട്, ഹല്ലേലൂയ, അകമേ ജീവശക്തി നമുക്ക്
നമുക്ക് സംഭരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ, അകമേയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ, പ്രൈസ് ദി ലോർഡ്, വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും സ്തോത്രം നിനക്കത് നിഷ്ഫലമെന്ന് തോന്നിയില്ല. നിന്റെ ഉള്ളിൽ ജീവശക്തി ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ, അകമേ ഇന്ന് പകൽ ജീവശക്തി വ്യാപരിക്കുന്ന ആമേൻ കായികനികൾ, ജീവന്റെ ഫലങ്ങൾ, ജീവന്റെ അപ്പം, ജീവന്റെ ജലം, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ നാം പാനം ചെയ്യേണ്ടിടത്ത് നിന്ന്, ഭക്ഷിക്കേണ്ടിടത്ത് നിന്ന്, സംഭരിക്കേണ്ടിടത്ത് നിന്ന് ആവോളം സംഭരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ആലോചന പറയുകയാണ്. ആമേൻ. നാം തണൽ ആമേൻ എന്ന് വിചാരിച്ച്, നാം ഈ ദിവസങ്ങളിൽ ആശ്രയമെന്ന് വിചാരിച്ച്, സന്തോഷമെന്ന് വിചാരിച്ച്, ആനുകൂല്യം ലഭിക്കുമെന്ന് വിചാരിച്ച്, ആശ്വാസം ലഭിക്കുമെന്ന് വിചാരിച്ച്, നമ്മുടെ യാത്രയ്ക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് വിചാരിച്ച് തമ്പടിക്കുന്ന താവളങ്ങളെ, പച്ച തുരുത്തുകളെ, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ നാം ശരിയായ നിലയിൽ ഒന്ന് വിലയിരുത്തണം, ശരിയായ നിലയിൽ അതിനെ ഒന്ന് കാണണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ മൃഗങ്ങൾ ഇരിക്കട്ടെ, അവിടെ പക്ഷികൾ ഇരിക്കട്ടെ, അവിടെ ഏത് രീതിയിലുമുള്ളതായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ വ്യക്തമായി നമ്മോട് പറയുന്നു, മൃഗങ്ങൾക്കൊപ്പമോ, പക്ഷികൾക്കൊപ്പമോ, നാൽക്കാലികൾക്കൊപ്പമോ, പറവജാതികൾക്കൊപ്പമോ, മറ്റുള്ളതായ ആമേൻ സ്തോത്രം ജീവജാലങ്ങൾക്ക് ഒപ്പമോ ആമേൻ തുള്ളിച്ചോടാൻ, അതിനോടൊപ്പം നിൽക്കാൻ, അതിനോടൊപ്പം നിന്ന് രസിക്കുവാൻ, ആ സംവിധാനങ്ങളിൽ നാം നമ്മെ തന്നെ സ്വയം മറന്ന് നമ്മുടെ ലക്ഷ്യത്തെ മറക്കുവാനല്ല ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ ആലോചന പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. നാം നഗരത്തിലേക്ക് പോകേണ്ട യാത്രക്കാരാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമുക്ക് യഥാർത്ഥമായ ജീവന്റെ ശക്തി തരാൻ കഴിയാത്ത സംവിധാനങ്ങളെ ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം. ആത്മീക ജീവൻ തരാൻ കഴിയാത്ത സംവിധാനങ്ങളെ നാം ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം. അങ്ങനെയുള്ളതായ ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ആമേൻ താൽക്കാലികമായ സംവിധാനങ്ങളെ ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം. ദൈവമക്കളെ, തിരിച്ചറിയണം, തിരിച്ചറിയണം. ഇല്ല എങ്കിൽ നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് നമ്മുടെ യാത്രയുടെ വിലപ്പെട്ട ചില സമയങ്ങളെയാണ് നമുക്ക് നഷ്ടമാകുവാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തുവാനിടയായി. ജീവിതത്തിന്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നാമും ഇതുപോലെ സ്തോത്രം പെട്ടെന്ന് കാണുന്ന, കേൾക്കുന്ന ചില സാഹചര്യങ്ങളിലേക്ക് ഒന്ന് ചായണമെന്ന് തോന്നിപ്പോകും. ആമേൻ. നമ്മുടെ ദുഃഖം അവിടെ നിറക്കി വെക്കാൻ കൊള്ളാമെന്ന് നാം ഒന്ന് ചിന്തിച്ചു പോകും. സ്തോത്രം. നമുക്ക് അവിടെ ആശ്വാസം ലഭിക്കുമെന്ന് നാം ഒക്കെ പലപ്പോഴും കരുതാറുണ്ട്. ഞാനും അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഓർഫണേജിൽ വളർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും സ്തോത്രം കിട്ടുന്നതായ ചെറിയ ചെറിയ തണലുകള്, ഓ എത്ര സന്തോഷമാണ്. പക്ഷെ പലതും ചതിവിടങ്ങളായിരുന്നു, പലതും കൊള്ളയടിക്കുന്ന ഇടങ്ങളായിരുന്നു, പലതും നമ്മെ ഉപയോഗിക്കുന്ന ഇടങ്ങളായിരുന്നു. സ്തോത്രം. നമ്മുടെ ചാറ് മുഴുവനും വലിച്ചെടുത്തിട്ട് ഒരു സ്പോഞ്ചിനെ പിഴിഞ്ഞ ശേഷം അവൻ അതിനെ വലിച്ചെറിയുന്നത് പോലെ സ്തോത്രം നമ്മെ നശിപ്പിക്കുന്ന, നമ്മെ ഉപയോഗിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായ അവൻ ഇടങ്ങളായിരുന്നു എന്ന് പിന്നത്തേതിലാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഈ പ്രഭാതത്തിൽ ആകയാൽ നമുക്ക് ജീവനായകനിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ എന്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ മറ്റൊരു വചനവും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. മുന്തിരി വള്ളിക്ക് കൊമ്പുകളിൽ വസിച്ചില്ല എങ്കിൽ അവൻ അതിനെ തനിയെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമുക്കുള്ള ഊർജം ലഭിക്കേണ്ടത് സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്ന കർത്താവിങ്കൽ നിന്നാണ്. സാക്ഷാൽ മുന്തിരി വള്ളിയോട് ചേർന്നിരുന്നു കൊണ്ട് ബലം പുറപ്പെടുവിക്കുവാൻ, ജീവൻ അതിൽ നിന്ന് അവൻ സ്വീകരിക്കുവാൻ, ബലം അതിൽ നിന്ന് സ്വീകരിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിനോട് ചേർത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് പര്യവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഈ അത്തി സ്തോത്രം ഒന്ന് നോക്കിയേ. നഥനയേൽ ഒരിക്കൽ ആമേൻ കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നു. നഥനയേൽ കർത്താവിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ എവിടെ വെച്ചറിയാൻ? കർത്താവ് പറഞ്ഞു, നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടതാ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ സക്കായി അത്തിയുടെ മുകളിൽ കയറിയിരുന്നു, അല്ലെ? അത്തിയുടെ മുകളിൽ കയറിയിരുന്നു. സക്കായി എന്ന് പറഞ്ഞത്, എനിക്ക് യേശു എങ്ങനെ ഉള്ളവനെന്ന് ഒന്ന് അറിയണം. ദൈവത്തിന് സ്തോത്രം. ചില നഥനയേൽമാർക്ക് ആമേൻ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭിമുഖം ഉണ്ടാകുവാൻ അത്തിയുടെ തണല് നല്ലതാ. ചില സക്കായിമാർക്ക് ദൈവത്തിന് സ്തോത്രം യേശുവിനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകുവാനുള്ളതായ ഒരു സന്ധിയുടെ സ്ഥലമായിട്ട് അത്തി നല്ലതാ. ദൈവത്തിന് സ്തോത്രം. അതിനൊക്കെ ഇലനിവിടമായി ഒരു അത്തിയെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ദൈവത്തിന് സ്തോത്രം കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് അപ്പുറമായിട്ട്, ഞാൻ ഇതിനെ ആത്മീകമായിട്ടാണ് പറയുന്നത്, കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിനല്ലാതെ ലോകത്തിലെ ലൗകികമായ താൽക്കാലിക സംവിധാനങ്ങൾ ഒന്നും പ്രിയമുള്ളവരെ
നാം ഉപയോഗിക്കരുത്. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഈ പ്രയർ ലൈനിൽ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ഞാൻ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നഥനയേലിനെ പോലെ അവൻ കർത്താവുമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഭിമുഖത്തിനും ആത്മീക ബന്ധത്തിനും നാം അഥവാ ഏതെങ്കിലും അത്തിയുടെ കീഴിൽ ഈ പ്രഭാതത്തിൽ ആയിരിക്കുന്നെങ്കിൽ, നമ്മുടെ ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽ കർത്താവുമായിട്ടുള്ള ഒരു ആഭിമുഖത്തിന്, ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിന്, സ്തോത്രം, ഉതകുന്നതായിട്ട് നമ്മുടെ ആ ഇരിപ്പുകൾ, നമ്മുടെ ആ താമസങ്ങൾ, നമ്മുടെ ആ ജീവിത സാഹചര്യങ്ങൾ ഇന്ന് പകൽ വഴിമാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നാം ഇരിക്കുന്ന ചില പച്ചത്തുരുത്തുകൾ, നാം ആശ്രയിച്ചിരിക്കുന്ന ചില ആശ്രയങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ചില തണലുകൾ, നമുക്ക് ലഭ്യമായിരിക്കുന്നതായ ചില സെറ്റപ്പുകൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള ആഭിമുഖത്തിന്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്, കർത്താവുമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക്, ഹല്ലേലൂയ, ഇന്നു പകൽ അത് വഴിത്തിരിവായി മാറട്ടെ. സ്തോത്രം. ഇരിക്കുന്ന പച്ച തുരുത്തുകളുടെ കീഴിൽ ദൈവത്തിന്റെ കണ്ണ് നിന്നെ കാണുന്നുണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ ആലോചന പറയുക. ഞാനും നിങ്ങളും ആശ്രയം വെച്ചിരിക്കുന്നതായ ചില സ്തോത്രം, പച്ച തുരുത്തുകളില്ലേ, തണലുകളില്ലേ, ആശ്രയങ്ങളില്ലേ, ആശ്വാസത്തിന്റെ ഇടങ്ങളില്ലേ, ദൈവത്തിന്റെ കണ്ണ് നിന്നെ കാണുന്നുണ്ട്. കർത്താവിനെ തിരിച്ചറിയാനായിട്ട് ഇലനിബിഡമായ സാഹചര്യങ്ങളിൽ എന്നെ ആരെയും കാണണ്ട, പക്ഷെ എനിക്ക് കർത്താവിനെ കാണണം, എനിക്ക് എന്നെ സംരക്ഷിക്കണം, എന്റെ വ്യക്തിത്വത്തിന് കോട്ടമൊന്നും വരരുത്, പക്ഷെ എനിക്ക് കർത്താവിൽ ഒന്ന് സന്തോഷിക്കണം, കർത്താവിനെ ശരിയായ രീതിയിൽ ഒന്ന് വീക്ഷിക്കണം. ആത്മാവ് ഈ പ്രഭാതത്തിൽ ആലോചന പറയുകയാണ്. സ്തോത്രം. കർത്താവ് നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. നിന്നെ അത്തിയിൽ ഇരുത്തിയേച്ചു പോകത്തില്ല, നിന്നെ ആ തണലിൽ വിട്ടേച്ചു പോകത്തില്ല. നീ പ്രാണപ്രിയനെ ശരിയായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കുവാൻ, നിന്റെ വീട്ടിൽ കർത്താവ് വരുവാൻ, നിന്നോടൊപ്പം ഒന്ന് അത്താഴം കഴിക്കുവാൻ, നിന്നോടൊപ്പം ഒന്ന് ഫെലോഷിപ്പ് ചെയ്യുവാൻ, നിന്നെ ദേശത്തുനിന്ന് മാനിക്കുവാൻ, നിന്റെ പേരൊന്ന് ഉയർത്തുവാൻ, അതരകമന ഘടക ഈ അത്തിയിൽ നിന്ന് എനിക്ക് ലഭിക്കാത്തതായ അനുഗ്രഹിക്കപ്പെട്ടതായ പേരും സ്തോത്രം, ഹല്ലേലൂയ, ഉയർച്ചകളും പദവികളും അനുഗ്രഹങ്ങളും സ്തോത്രം, നാട്ടിൽ ഇന്ന് വരെ നിനക്ക് വിരോധമായി പിശാച് കെട്ടി ഉയർത്തിയ സകലവിധമായ നിന്ദകളെയും കർത്താവ് ദൂരീകരിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് നീ ഇരിക്കുന്ന താൽക്കാലികമായ അത്തിയുടെ സംവിധാനത്തിൽ നിന്ന് കർത്താവ് നിന്നെ ഇറക്കിയിട്ട് നിന്റെ വീട്ടിനകത്ത് നീ അത്തിയിലല്ല, നീ വീട്ടിനകത്തേക്ക് വന്ന് വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ, തലമുറകളുടെ ബന്ധത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ, നാട്ടുകാരുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ശാപം മാറുവാൻ, നിന്റെ നിന്ന മാറുവാൻ, പിശാച് നിന്റെ മേൽ കെട്ടിവെച്ചിരിക്കുന്നതായ അനവധിയായ ദാരിദ്ര്യ അവസ്ഥകൾ മാറുവാൻ, പാപ്പരത്വങ്ങൾ മാറുവാൻ, ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ചില അത്തിയുടെ കീഴിൽ നിന്ന്, സംവിധാനങ്ങളുടെ കീഴിൽ നിന്ന് ആത്മാവ് നിന്നെ വലിച്ചിറക്കുകയാണ്. ദൂതിന്ന് പകൽ കേൾക്കുന്ന മനസ്സിലാകുന്ന ദൈവമക്കൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട് ലോകത്തിന്റെ ലൗകികമായ താൽക്കാലികമായ സുഖസൗകര്യങ്ങളാകുന്ന പച്ചിപ്പുകളിൽ നിന്ന്, പച്ചത്തുരുത്തുകളിൽ നിന്ന്, ഇലനിബിഡമായ സാഹചര്യങ്ങളിൽ നിന്ന്, മറവിടങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് കർത്താവിനെ ഒന്ന് കാണാനായിട്ട്, വ്യക്തമായിട്ട് കർത്താവിനെ ഒന്ന് തിരിച്ചറിയാനായിട്ട്, വ്യക്തമായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് നിന്നെ ഒന്ന് വലിച്ചടിപ്പിക്കുവാനായിട്ട്, നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട്, സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ആലോചനയാൽ സ്തോത്രം, ചില പച്ച തുരുത്തുകളിൽ നിന്ന് ദൈവാത്മാവിനാൽ, ഹല്ലേലൂയ, ദൈവിക ജീവനിലേക്ക്, ദൈവിക സാന്നിധ്യത്തിലേക്ക്, ദൈവിക ശുശ്രൂഷയിലേക്ക്, ദൈവിക കൂട്ടായ്മയിലേക്ക് ചില സംവിധാനങ്ങളെ പൊളിച്ചിട്ട്, ഹല്ലേലൂയ, ദൈവാത്മാവ് ചിലരെ പിടിച്ചടക്കുകയാണ്. ദൈവാത്മാവ് ചിലരെ ഈ പ്രഭാതത്തിൽ ഉത്സാഹിപ്പിക്കുകയാണ്. ഇറങ്ങി വാ. ഇന്ന് എനിക്ക് നീയുമായിട്ട് ഒരു സമ്മേളനമുണ്ട്, നിന്റെ വീട്ടിലൊരു സമ്മേളനമുണ്ട്. യേശുവിന്റെ നാമത്തെ ഈ ആലോചന ഈ പ്രഭാതത്തിൽ മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്തോത്രം. വലിയൊരു ശാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് വലിയ രക്ഷാകരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക്, രക്ഷയാകുന്ന കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക്, നിത്യജീവനാകുന്ന കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ ലോകത്തിന്റെ താൽക്കാലികമായ തണലുകളിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുകയാണ്. ഇറങ്ങി വരുവാൻ കർത്താവ് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൂരെ ഇരുന്ന് കാണുന്ന കാഴ്ചപ്പാടൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട്, സ്തോത്രം, അടുത്തു വന്ന് കർത്താവുമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ പങ്കിടുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആലോചന പറയുകയാണ്. യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട്
വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സാധാരണ ഇതൊക്കെ നാം സ്തോത്രം രക്ഷിക്കപ്പെടുവാനുള്ള ജനത്തോടാണ് പറയുന്നത്, ആദ്യമായി സുവിശേഷം കേൾക്കുന്നവരോടാണ് പറയാറുള്ളത്. പക്ഷെ ഈ പ്രഭാതത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്തോത്രം ഇനിയും ആമേൻ തുറക്കപ്പെടാത്ത നമ്മുടെ ജീവിതത്തിന്റെ ആമേൻ ചില വാതിലുകളെ ദൈവത്തിന്റെ ആത്മാവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് ഇടം കൊടുക്കാത്ത ആമേൻ നമ്മുടെ ഹൃദയത്തിന്റെ ആമേൻ മേഖലകളില്, ജീവിതത്തിന്റെ മേഖലകളില്, ചില പച്ച തുരുത്തുകളില്, നാം ആമേൻ തനിയെ ഇരിക്കുന്ന ഇടങ്ങളില് സാധാരണ ഗമന ഘടകക്ഷസ്യ ആത്മാവിനോട് വ്യക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. നാം തനിയെ ഇരിക്കുന്ന ചില ഇടങ്ങളില്, നാം തനിച്ചിരിക്കുന്ന ചില മേഖലകളില്, ആരും എനിക്കിവിടെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നോളാം എന്ന് ചിന്തിക്കുന്ന ചില ഇടങ്ങളില് ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ മുട്ടുകയാണ്. നീ തുറക്ക് ആമേൻ, നീ എനിക്ക് വേണ്ടി തുറക്ക്, നീ എന്നെ ഒന്ന് ക്ഷണിക്ക്, നീ എനിക്ക് വേണ്ടി നിന്റെ ചെവി ഒന്ന് ചായ്ക്ക്, നീ എനിക്ക് വേണ്ടി ഈ ഒരു ആമേൻ സമയം താ, ഞാൻ നിന്നിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് നീയുമായിട്ടൊരു ഫെലോഷിപ്പ് കൂടണം, എനിക്ക് നിന്നോട് സംസാരിക്കണം, എനിക്ക് നിന്നോട് ചേർന്നിരിക്കണം, എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം. ഓ റംധേരി ബലക്ഷസ്യ, എന്റെ സ്നേഹം എനിക്ക് നിന്നിലേക്കൊന്ന് പകരണം, എന്റെ ആശ്വാസം എനിക്ക് നിന്നിലേക്കൊന്ന് പകരണം, എന്നിലുള്ള നിത്യ ജീവനെ എനിക്ക് നിന്നിലേക്ക് പകരണം. നിന്നിലെ താൽക്കാലികമായ സംവിധാനങ്ങളിൽ നിന്ന്, അവൻ ശാപത്തിന്റെ കെട്ടുകളിൽ നിന്ന്, മോഹത്തിന്റെ വശ്യതകളിൽ നിന്ന്, ലോകത്തിന്റെ പാശങ്ങളിൽ നിന്ന്, പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന ചില ഇടുങ്ങിയ മേഖലകളിൽ നിന്ന് എനിക്ക് നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. നീ കണ്ണിന് കാണുന്ന പല പച്ച തുരുത്തുകളും, പല പച്ചിപ്പുകളും, പല താൽക്കാലികമായ ഇൻപങ്ങളും, ഓ ഇതൊന്നും മുൻപോട്ട് പോകുന്നതല്ല, ഇത് വെയിലിന്റെ കിരണത്തിൽ വാടിപ്പോകുന്നതാണ്. ഈ അത്തി മറിഞ്ഞു വീഴാൻ പോകുകയാണ്, ഇത് തകരുവാൻ പോകുകയാണ്, ഇത് തീയിൽ വെന്ത് തീരുവാൻ പോകുകയാണ്. സ്തോത്രം 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 സ്തോത്രം. ആത്മാവിൽ ആലോചന പറയട്ടെ. ഹല്ലേലൂയ. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, അത് കിടുകിട കിടുങ്ങുന്നു, കിറുകിറ കീറുന്നു. ഹല്ലേലൂയ. അത് കാവൽ മാടം പോലെ ആടുന്നു, അത് വീഴും. ദൈവത്തിന് സ്തോത്രം. വീഴും വീഴും വീഴും. ദൈവാത്മാവ് ആലോചന പറയുകയാണ്, നാം ആശ്രയിച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും വീഴും. അത് മുഴുവൻ താൽക്കാലികമാണ്, അത് നശ്വരമാണ്. പക്ഷേ കർത്താവ് ഇന്ന് പകൽ പറയുകയാണ്, നിത്യജീവനിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം, മരണത്തിനപ്പുറത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഹല്ലേലൂയ. മരണത്തിന്റെ താഴ്വരയിൽ കൂടി നീ കടക്കേണ്ടി വന്നാലും ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുകയാണ്. അത്തിപ്പഴത്തിന് തരാൻ കഴിയാത്ത, അത്തിക്ക് തരാൻ കഴിയാത്ത, ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും ഒരു സാധനങ്ങൾക്കും തരാൻ കഴിയാത്ത, ഇവിടെയുള്ള ഒരു മെഡിസിനും തരാൻ കഴിയാത്ത അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോമിസ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, മരണത്തിനപ്പുറത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം, നിത്യജീവനിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഈ ഭൂമി വീഴും, ഈ ലോകം നശിക്കും, സകല സംവിധാനങ്ങൾ ഇവിടെ തീരും. പക്ഷേ നഥനയേലേ നീ എഴുന്നേറ്റുവാ, സക്കായിയെ നീ എഴുന്നേറ്റുവാ, എനിക്ക് ഇന്ന് നീയുമായിട്ടൊരു കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. വചനം മനസ്സിലായ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആകയാൽ ഇല്ല സമൃദ്ധമായ കേവലം പ്രതീക്ഷകൾ മാത്രം കൊടുക്കുന്ന ആമേൻ അത്തികളെ ഉപേക്ഷിച്ചിട്ട്, അങ്ങനെയുള്ള വൻമരങ്ങളെ ഉപേക്ഷിച്ചിട്ട്, അങ്ങനെയുള്ള സംവിധാനങ്ങളെ ഉപേക്ഷിച്ചിട്ട് ജീവനായകനായ കർത്താവിങ്കിലേക്ക്, ജീവവൃക്ഷത്തിന്റെ കായ്കനികൾ ഭക്ഷിക്കുവാനായിട്ട്, ജീവന്റെ ഉറവിൽ നിന്ന് പാനം ചെയ്യുവാനായിട്ട്, നിത്യതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കർത്താവ് നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇലകൾ നിറഞ്ഞ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന, പലർക്കും മനസ്സിലാകാത്തതായിട്ടുള്ള ഒരു ഭാഗമാണ്, സുവിശേഷത്തിലൊരു ഭാഗമാണത്. എന്തുകൊണ്ടാണ് യേശു ആ അത്തിയെ ശപിച്ചത്? പ്രത്യേകമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നു. നമുക്കറിയാം, മാങ്ങ ഉണ്ടാകുന്നത് മാങ്ങയുടെ കാലത്തിലെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അല്ലാത്തൊരു സമയത്ത് എന്നാൽ കാണത്തില്ല. പക്ഷേ യേശു എന്തുകൊണ്ടാണ് ആ അത്തിയെ ശപിച്ചതെന്ന് പലപ്പോഴും പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവർ, പ്രതീക്ഷകൾ നൽകി, കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ പ്രതീക്ഷകൾ നൽകുകയാണ്. എന്നാൽ അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി എന്നാണ് കാണുന്നത്. കർത്താവ് നമ്മളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു, കർത്താവിനെ പിന്തുടരുന്നുവെങ്കിൽ അതിന് തക്കതായ ഫലം കായ്ക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നതാണ് ആ അത്തിയുടെ ഉപമയിൽ നിന്നും ആ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. കർത്താവ് നഥനയോട് പറയാണ്, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യഹൂദന്മാർ അത്തിയുടെ കീഴിലിരുന്ന് തിരുവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു പതിവ് ഉണ്ട്. അപ്പോൾ കർത്താവ് പറയാണ്, നീ ആരാണെന്നും എന്താണെന്നും ഞാൻ മനസ്സിലാക്കി എന്ന് പറയുകയാണ്. പിന്നീട് നമ്മൾ കേട്ടു, ആ അത്തിയുടെ മുകളിലാണ്
സക്കായി ഇരുന്നത്. എന്നാൽ ആ യേശുവിനെ കാണുന്നതിന് വേണ്ടി അത്തിമരത്തിലൂടെയാണ് ആ ഒരു പ്രവൃത്തിയിലൂടെയാണ് യേശുവിനെ കണ്ടത്. എന്നാൽ അത്തിമരത്തിലിരുന്ന, എന്നാൽ ഇവിടെ ഇരിക്കാമല്ലോ, ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയല്ല. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചർച്ചകളിലായിരിക്കുന്നു. ചർച്ചകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, വലിയ കൺവെൻഷൻ നടത്തുന്നു, കോൺഫറൻസ് നടത്തുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അതിൽ കൂടെ യേശുവിനെ കാണുന്നതിന് കർത്താവ് സഖായോട് പറഞ്ഞു, നീ ഇന്ന് അബ്രഹാമിന്റെ പുത്രനാ, നീ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നാം പലപ്പോഴും ഈ ഇന്ന് നടക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, കൺവെൻഷനുകളും മറ്റേതും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൺവെൻഷനൊക്കെ ഇത് എന്താണ്? കർത്താവിനെ യഥാർത്ഥമായി കാണുന്നതിനും കർത്താവിനെ ഉയർത്തുന്നതിനും വേണ്ടിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും, അല്ലെങ്കിൽ സംശയിച്ചു പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നാം കേട്ടതായ ഈ ശക്തമായിട്ടുള്ള വചനം കർത്താവിലേക്ക് ഈ എല്ലാ കാര്യങ്ങളും, ഈ സൂം മീറ്റിംഗ് ആണെങ്കിലും നാം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ കണ്ടെത്തുന്നതിന്, കർത്താവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൽ ഇരിക്കുന്നതിന് നമ്മെ സഹായിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം തെറ്റിപ്പോകും. ആ അത്തിമരത്തെ പോലെ ഫലമില്ലാത്തവരായി നാം പോകാനിടയാകരുത്. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രയർ ലൈനിൽ വന്ന് തിരുവചനം സംസാരിച്ച ഇതിൽ വളരെ സന്തോഷം. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ഈ പ്രയർ ലൈനിൽ വന്ന് തിരുവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലും നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവ് ധാരാളമായിട്ട് കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ആ ചർച്ചിനെ അനുഗ്രഹിക്കട്ടെ, ആവശ്യമായ എല്ലാ നന്മകളും വീണ്ടും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രയർ ലൈനിൽ വന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നമ്മൾ പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് നമുക്ക് ഏവർക്കും തുടർന്ന് നൽകട്ടെ.